ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും കാർത്തികയും ലക്ഷ്മിയും കൂടി അതുപോലെ പ്രകാശനും ബാലണ്ണനുമുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. വൃശ്ചിക മാസം 1-ാം തീയതി. അതുകൊണ്ട് തന്നെ എല്ലാവരും അമ്പലത്തിൽ വന്ന് തൊഴുത് കാർത്തികയുടെയും അതുപോലെ കല്യാണിയുടെയും പേരിൽ അർച്ചനയൊക്കെ കഴിക്കുന്നുണ്ട്. കല്യാണം എത്രയും വേഗം ഭംഗിയായി നടത്താനൊക്കെയാണ് അവരുടെ പ്രാർത്ഥന. അങ്ങനെ അവർ പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ അവിടെയുള്ള ഒരു പൂജാരിയെ കണ്ടിട്ട് അമ്മയുടെ നാള് വെച്ചിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് അറിയണമെന്ന് പറയുമ്പോൾ കുട്ടി എന്തായാലും വീട്ടിലോട്ട് വന്നോളൂ, നമുക്ക് നോക്കാം വിശദമായി തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ ഇവരുടെ പുറകെയായി നമ്മുടെ കിരണും ബൈജുവും രതീഷും കൂടി വന്നിട്ടുണ്ട്. കാരണം അവരെ ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. അതായത് കിരണൊക്കെ പ്രത്യക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഗംഗയും സ്റ്റെഫിയും വരികയാണെങ്കിൽ പെട്ടെന്ന് അവരെ പിടിക്കാൻ പറ്റില്ല. അപ്പം മറഞ്ഞു നിന്നിട്ട് അവരെ ആരൊക്കെയാണ് അമ്പലത്തിലേക്ക് വരുന്നതെന്നും അതുപോലെ ഇവരെ ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മറഞ്ഞു നിന്ന് നോക്കുകയാണ്. അങ്ങനെ അവർ കിരണിനോട് പ്രാർത്ഥിക്കാനൊക്കെ പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് അവരെ മറിഞ്ഞു നിന്ന് നോക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് അവിടേക്ക് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ്. തലേ ദിവസത്തെ പോലെ തന്നെ അതേ വേഷത്തിൽ തന്നെ ഗംഗയും സ്റ്റെഫിയും കൂടിയിട്ട് അങ്ങനെ അവർ ഓട്ടോ ഒക്കെ വിട്ട് പതുക്കെ അങ്ങനെ വരികയാണ്. അങ്ങനെ ഇവരെ എല്ലാവരെയും കാണുമ്പോൾ ഗംഗയ്ക്കും സ്റ്റെഫിക്കും സന്തോഷമാവുന്നുണ്ട്. തലേ ദിവസം ലക്ഷ്മി അമ്മയും കാർത്തികയും അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നും ചെയ്യാതെ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഇവർ വരുന്നത് കിരൺ എന്തായാലും അറിയാം അവിടേക്ക് വേഷം മാറിയാണ് ഇവരെ എത്തുകയുള്ളൂ എന്ന്. ഇവരെ അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അവർ സാധാരണ അവരുടെ രൂപത്തിൽ വരില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഏതൊരാളെ നോക്കുന്നതും സംശയത്തിൻ്റെ കണ്ണുകളോട് കൂടി തന്നെയാണ്. അത് പ്രകാശനോടും ബാലനോടും പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അവരോടും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവരങ്ങനെ വന്ന് നിൽക്കുകയാണ്. എന്തായാലും കിരൺ അവരുടെ വസ്ത്രധാരണയും ആ താടിയും മുടിയും ഒക്കെ ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരാണും ഒരു പെണ്ണുമാണ് വന്നിട്ടുള്ളത്. ഈ ഗംഗയും അങ്ങനെ തന്നെയാണ്, ഗംഗയും സ്റ്റെഫിയും അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ പുറകെയായി തന്നെ കിരൺ കൂടിയിരിക്കുകയാണ്. എന്തായാലും പുറത്തേക്ക് അവരിറങ്ങുന്നുണ്ട്. നമുക്ക് സംശയത്തിൻ്റെ നിഴൽ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ബൈജു ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അവർ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഒരു അവസരം കിട്ടാൻ കാത്തു നിൽക്കുകയായിരുന്നു നമ്മുടെ ഗംഗയാണെങ്കിൽ അവൻ്റെ ജുബയിലുണ്ടായിരുന്ന ഒരു തോക്കെടുത്തിട്ട് നേരെ ആദ്യം കാർത്തികയുടെ തലയ്ക്ക് അവരുടെ പുറകിൽ നിന്നുകൊണ്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് കാർത്തികയുടെ തലയ്ക്കാണ് ആദ്യം ഉന്നം വെക്കുന്നത്. എന്നിട്ട് പിന്നെ ആ തോക്ക് നേരെ മാറ്റിയിട്ട് നമ്മുടെ ലക്ഷ്മി അമ്മയുടെ തലയ്ക്ക് നേരെ പിടിക്കുകയാണ്. എന്തായാലും കിരൺ ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. കിരൺ എന്തായാലും ഓടി വന്ന് ആ തോക്ക് തട്ടിത്തെറിപ്പിക്കുകയും അതുപോലെ തന്നെ അവനെ ഇടിച്ചിടുകയും ചെയ്യുകയാണ്. അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഗംഗ ചെയ്യുന്നത്. സ്റ്റെഫിനെ ഒന്ന് നോക്കാനോ ഒന്നും അവന് നേരം കിട്ടുന്നില്ല. അവൻ അവിടെ നിന്ന് ഓടി അവൻ്റെ തടി രക്ഷപ്പെടുത്താനാണ് അവൻ ശ്രമിക്കുന്നത്. പുറകെയായിട്ട് നമ്മുടെ കിരണം ഓടുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ പോലീസ് അവിടെയുണ്ട്. പോലീസിനൊക്കെ അവിടെ പറയുന്നുണ്ട് അവൻ ഇത് മലയ്ക്ക് പോകുന്ന വേഷത്തിലാണ്, അയ്യപ്പ വേഷത്തിലാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കണം സാറേ. അവനിനി എന്തെങ്കിലും ആപത്ത് ഞങ്ങളുടെ കുടുംബക്കാർക്കുണ്ടാക്കും, വീട്ടുകാർക്കുണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ ഭയപ്പെട്ട് നമ്മുടെ പ്രകാശൻ സംസാരിക്കുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ സ്റ്റെഫി മാറി നിൽക്കുകയായിരുന്നു, ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ സ്റ്റെഫി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവളുടെ താടിയും മുടിയും പിടിച്ച് വലിച്ച് കല്യാണി അത് അവൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ അവിടെ നിന്നും ഗംഗ ഓടി രക്ഷപ്പെട്ടതുപോലെ അവളും അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കല്യാണിയാണെങ്കിലും അവൾ ഓടുന്ന വഴിക്ക് ഇടകാലിട്ടിട്ട് അവളെ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. കമൾ നടിച്ച് അവൾ അവിടെ വീഴുന്നുണ്ട്. എന്തായാലും അവളുടെ മുടിക്ക് കുത്തിനെ പിടിച്ച് നിർത്തിയിട്ട് കാരണം നോക്കി തലങ്ങും വിലങ്ങും കൊടുക്കുകയാണ് കല്യാണിയും ലക്ഷ്മി അമ്മയും കാർത്തികയും. അവരുടെ ദേഷ്യം മുഴുവനും അവളെ തീർക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ അമ്മയെ ഇല്ലാതാക്കിയ ഇവളെ ഒന്നും വെറുതെ വിട്ടാൽ പറ്റില്ലെന്ന് കരുതി നല്ല രീതിയിൽ അടിച്ച് തകർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗംഗയെ പിടിക്കാൻ പോയ കിരൺ ഗംഗയുടെ പുറകെ തന്നെയുണ്ട്. അവൻ ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷേ എന്തായാലും കിരണിൻ്റെ മുന്നിൽ ഇങ്ങനെ യഥാർത്ഥ രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന്
ഗംഗയ്ക്ക് അറിയാം. എങ്കിലും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാട്ടിലൂടെയൊക്കെയാണ് ഓടി രക്ഷപ്പെടുന്നത്. ഒരു വള്ളിയിൽ ഇങ്ങനെ പിടിച്ച് ഞാണ്ടിട്ട് അവനെ തട്ടിത്തെറിപ്പിക്കുകയും ചവിട്ടി വീഴ്ത്തുകയും അവൻ്റെ കൈ രണ്ടും പിന്നിലേക്ക് പിടിച്ച് അവൻ്റെ കൈകൾ ഒടിക്കുകയും അവനെ നല്ല രീതിയിൽ കൊടുക്കുകയും അതുപോലെ തന്നെ അവനെ കെട്ടിവലിച്ച് നേരെ കല്യാണിയുടെയൊക്കെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. കല്യാണിയുടെ ദേഷ്യം മുഴുവനും തീർക്കുകയാണ്. എന്തായാലും ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ തന്നെ പോലീസിലൊന്നും കൈമാറുന്നൊന്നുമില്ല. അവനെ കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത്. അവളുടെയും ഒരു ശവം പോലും ഒരാൾക്കും ഒരു പട്ടിക്ക് പോലും കിട്ടാത്ത രീതിയിലേക്ക് അവനെ തരി പോലും തെളിവുകളില്ലാത്ത രീതിയിൽ തേച്ചു മാച്ച് അവനെ കൊന്നു കൊലവിളിക്കുകയാണ് നമ്മുടെ കിരൺ ചെയ്യുന്നത്. അങ്ങനെ അത് ഒക്കെ കണ്ടിട്ട് ഒരു ആത്മസംതൃപ്തിയാണ് നമ്മുടെ കല്യാണിക്ക് വരുന്നത്. കാരണം ഒരാളോട് പോലും ഒരു വൈരാഗ്യോ എത്ര ഉപദ്രവിച്ചാൽ പോലും ഒരാളോടും ഒരു ദേഷ്യം തോന്നാത്ത കല്യാണിക്ക് തൻ്റെ അമ്മയുടെ ജീവൻ എടുത്തവനെ അവൻ്റെ മരണം അത് സന്തോഷമാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർക്ക് ആർക്കും അങ്ങനെ പേടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. പിന്നെ ഉള്ളത് വിക്രവും അതുപോലെ തന്നെ ഈ രാഹുലുമാണ്. അവർ രണ്ടുപേരും എന്തായാലും ജയിലിലാണ്. അവരിനി പരോളിൽ ഇറങ്ങുമ്പോഴത്തെ കാര്യമല്ലേ. എന്തായാലും കല്യാണത്തിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായി തന്നെ നടക്കുകയാണ്. ഡ്രസ്സൊക്കെ എല്ലാവരും ചേർന്ന് നയന വരുന്നുണ്ട്. നയനൊക്കെ ചേർന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓർണമെന്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദർശിൻ്റെ ജ്വല്ലറിയിലേക്ക് തന്നെയാണ്. അവിടെ വെച്ചിട്ട് സ്വർണ്ണമൊക്കെ എടുത്ത് നല്ല സന്തോഷത്തോടു കൂടി നമ്മുടെ കാർത്തികയുടെയും ദിലീപിൻ്റെയും കല്യാണം നടത്തുകയാണ്. കാർത്തികയുടെ കൈ ദിലീപിൻ്റെ കൈകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് പ്രകാശൻ തന്നെയാണ്. പ്രകാശന് മനസ്സ് നിറഞ്ഞാണ് ഒരു മകളുടെ വിവാഹം നടത്തുന്നത്. കല്യാണിയുടെ വിവാഹം ഒട്ടും നടത്തിയിട്ടില്ല. കാദംബരിയുടെ ആയാലും അങ്ങനെ ഒരു മനസ്സ് നിറഞ്ഞൊരു സന്തോഷത്തോടു കൂടിയല്ല പ്രകാശൻ അതൊന്നും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നല്ലൊരു ജീവിതം നമ്മുടെ കാർത്തികയ്ക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സരയുവിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അത് മനോഹറിനെ ഇല്ലാതാക്കാൻ തന്നെയാണ്. അപ്പോൾ മനോഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായം ചോദിച്ചിരിക്കുന്നത് കിരണിനോട് തന്നെയാണ്. പക്ഷേ മനോഹറിൻ്റെ ഇപ്പോഴത്തെ മാറ്റം അത് സത്യസന്ധമാണ്. അത് കുറച്ച് നാൾ പിടിക്കും നമ്മുടെ സരയു അത് സത്യമാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതുവരെയും കിരണിനെയും കല്യാണിയൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്തായാലും ആദ്യത്തെ പോലെ ഒരു ജീവിതം സരയുവിന് കിട്ടില്ല. അവനുമായിട്ട് ഉണ്ടാകില്ലെങ്കിലും കുഞ്ഞിനെ കാണാനുള്ള അനുമതിയൊക്കെ സരയു മനോഹറിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ അച്ഛനേക്കാളും അച്ഛൻ ഇപ്പോഴും ഇവരെ കൊല്ലണം തല്ലണം എന്നൊക്കെ ഉള്ള ഒരു മനസ്സോടു കൂടി തന്നെയാണ് നടക്കുന്നത് രാഹുൽ. അതുപോലെ തന്നെ വിക്രവും. എന്തായാലും വിക്രത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പ്രകാശനാണ്. വിക്രം പുറത്തേക്ക് ഇറങ്ങിയാൽ എന്തായാലും വിക്രവും രാഹുലും ഈ ഗംഗയും സ്റ്റെഫിയും എവിടെ പോയെന്നോ അവർക്ക് എന്ത് സംഭവിച്ചതെന്നോ ഒന്നും അറിയില്ല. ഇതിൻ്റെ ഒരു കഥ പുറത്തൊന്നും ആർക്കും അറിയാതെ രഹസ്യമായി തന്നെയാണ്. അത്യാവശ്യം അറിയേണ്ട ആൾക്കാർ മാത്രമാണ് ആ ഒരു സത്യം അറിയുന്നത്. ഏതായാലും വിക്രം പുറത്തിറങ്ങുമ്പോൾ വിക്രത്തിനെ കൊന്നു കൊലവിളിക്കുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ പ്രകാശനാണ്. താൻ വളർത്തി വഷളാക്കിയ മകൻ്റെ ജീവൻ എടുക്കുന്നത് പ്രകാശനാണ്. തൻ്റെ പെൺമക്കളുടെ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഗംഗയെ എങ്ങനെയാണോ പേടിച്ചിരുന്നത് അതുപോലെ വിക്രത്തിനെ പേടിക്കേണ്ട അവസ്ഥ ആ സമയത്ത് ഉണ്ടാകും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രകാശൻ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.